എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അതിൽ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. റോമാലേഖനം 8:22-23 വാക്യം വായിക്കാം. റോമർ 8:22-23. റോമർ 8:22-23. സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആമേൻ. മോളിയ അല്ലേ? അന്ന് വാസേ. താങ്ക് യു വാസേ. ഓക്കെ. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ വീണ്ടെടുപ്പിനായുള്ള ആത്മാവിൻ്റെ ഞരക്കം. വീണ്ടെടുപ്പിനായുള്ള ആത്മാവിൻ്റെ ഞരക്കം. നമ്മൾ ആ വാക്യം വായിച്ചത്. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നാം എത്ര പേര് ഉള്ളിൽ ഞരങ്ങുന്നുണ്ട്? എത്ര പേര് ഞരങ്ങുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പം നമ്മൾ വായിച്ച വേദഭാഗത്തിൽ സർവസൃഷ്ടിയും വിശേഷാൽ പരിശുദ്ധാത്മാവ് വിഷയം പ്രാപിച്ച പുതിയ നിയമസഭയും ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ആകാംക്ഷയുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടെടുപ്പെന്ന പദത്തിന് വിലയ്ക്ക് വാങ്ങുക, വിലയ്ക്ക് വാങ്ങി സ്വാതന്ത്ര്യം നൽകുക, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പദത്തിന് പോയത് പിന്നെയും കരസ്ഥമാക്കുക എന്നാണ് നിഘണ്ടുവിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായ ഒരു വ്യക്തിയോ വസ്തുവോ വിൽക്കപ്പെടുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്ത് അന്യാധീനപ്പെട്ട് പോയ ശേഷം അതിനെ വില കൊടുത്ത് സ്വന്തമാക്കുന്നതാണ് വീണ്ടെടുപ്പ്. ഇവിടെ ഒരു ഉടമയും തൻ്റെ അവകാശത്തെ മോഷ്ടിച്ചും വിൽക്കപ്പെട്ടും സ്വന്തമാക്കിയ ഒരു അന്യനെയും നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ഉച്ച കഴിഞ്ഞ് ദാനിയേലിൻ്റെ പുസ്തകം പഠിച്ചപ്പോൾ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 വർഷം കൊണ്ട് തീരുമെന്ന് ദാനിയേൽ വായിക്കുകയാണ്, യെരമ്യാവിൻ്റെ പുസ്തകം. അപ്പോൾ 70 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 70 ആകാൻ പോവുകയാണ്. അപ്പോൾ ദാനിയേലിന് അവിശ്വാസമോ അവിടേക്ക് വീണ്ടും കടന്നു ചെല്ലുമെന്നുള്ളതായ പ്രത്യാശയോടാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. നാം ഇതുപോലെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, ആയിരിക്കുന്നു, ഇന്നെന്ന് നമ്മളെപ്പോഴും പറയുന്നു. ആ പ്രത്യാശ, ഇനിയും കർത്താവ് പിന്നെയും താമസിക്കും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ വീണ്ടെടുപ്പായ പുത്രത്തിൻ്റെ വേണ്ടി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്തോത്രം. അപ്പം മനുഷ്യൻ മൂലം അടിമത്വവും മരണവും സംഭവിച്ചു ഈ ലോകത്തിൽ. അപ്പം മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം തന്നെ ഉണ്ടാകുകയാണ്. സ്തോത്രം. ലൂക്കോസ് 20-ാം അധ്യായം 35-36 വാക്യം വായിച്ച ലൂക്കോസ് 20-35-36. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവൻ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. ആമേൻ. അപ്പം എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അപ്പം അത് വരാൻ പോകുന്നതായ സ്വർഗരാജ്യത്തിലെ കാര്യവും അതുകൊണ്ട് ഇനി ഭാഗികമായിട്ട് അതുകൂടെ പറയണമല്ലോ. കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാൻ സർവസ്വവും സമർപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾ വിവാഹം കഴിക്കത്തില്ല. വിവാഹം കഴിക്കാതെ നിൽക്കുന്നവരുണ്ടല്ലോ. കത്തോലിക്ക സഭയിൽ നമുക്കറിയാം, അച്ഛന്മാരും കന്യാസ്ത്രീകളും വിവാഹം കഴിക്കത്തില്ല, ഇല്ല. പിന്നെ പെന്തിക്കോസ് പ്രസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് അപൂർവം, അങ്ങനെ ഒരു പഠിപ്പീരില്ല, ഇല്ല. സാധാരണ പെന്തിക്കോസ് വിഭാഗങ്ങളിൽ.
എന്നാൽ സിലോൺ പെന്തക്കോസ്ത് സഭക്കാർ അവർ ഈ കത്തോലിക്ക സഭയെ പോലെ തന്നെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച സഹോദരി സഹോദരന്മാർ വിവാഹം കഴിക്കാതെ വണ്ണം കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വാക്യം അതാണല്ലോ. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കഴിക്കുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയത്തില്ല. അത് പുതിയ ഭൂമിയിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. പക്ഷേ ഭാഗികമായിട്ട് ഈ ലോകത്തിലും അനുവർത്തിക്കുന്നവരുണ്ടെന്ന് ഞാനത് വൈദവേ പറഞ്ഞതാണ്. മരിച്ചവരിൽ പുനരുത്ഥാനത്തിന് കാത്തിരിക്കുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ വരവിൽ പുത്രത്വവും തേജസ്കരണവും പ്രാപിക്കുന്നുണ്ട്. മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ അപമാനം, ബലഹീനത, ദ്രവത്വം, പ്രാകൃതത്വം ഇതെല്ലാം മാറ്റപ്പെട്ട് തേജസ്സും ശക്തിയും അദ്രവത്വവും ആത്മീയവും ഇങ്ങനെയുള്ള ശരീരം പ്രാപിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഗ്ലോറി. അപ്പം ഈ ദ്രവത്വമുള്ളത് ഏതാണെന്ന് വായിക്കാം, അതായിരിക്കും നല്ലത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 53-54 വാക്യം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതെ ദൈവമക്കളെ, അതെ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ എന്ന വചനം ഇപ്പം ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകും. അങ്ങനെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം സ്വന്തമായി തീരുകയാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താൻ്റെ നിരയിലാണ്. ഏത് നിരയിലാണ് മോളി സഹോദരി? ഞാൻ അവരവർക്ക് അതിനെക്കുറിച്ച് വാഞ്ചിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നലെ പറഞ്ഞതുമാതിരി സബരി മക്കളുടെ അമ്മ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാഞ്ചിക്കാം, ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വാഞ്ചിക്കുമ്പോൾ ആ നിലവാരത്തിലൂടെ നാം എത്തണം. അതുണ്ട്. സ്തോത്രം. അപ്പം ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. ഇങ്ങനെ വിശുദ്ധന്മാർ തങ്ങളുടെ ആത്മീയ നിലവാരത്തിനൊത്തവണ്ണം വിവിധ നിരകളിലായി ഉയർപ്പിക്കപ്പെടുന്നു. അത് വിവിധ നിരകളാണ് കേട്ടോ. സ്വർഗത്തിൽ സോഷ്യലിസം ഇല്ല, കമ്മ്യൂണിസം ഇല്ല, ഓർമ്മയിരിക്കണം. അല്ലേ, ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. പ്രസംഗങ്ങളിൽ എപ്പോഴും ഉത്ബോധിപ്പിക്കേണ്ട വിഷയം കൂടിയാണ്. കാരണം എല്ലാവരും സ്വർഗത്തിൽ പോകും, സമ്മതിച്ചു, ഓക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ യെരുശലേമും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മയിരിക്കണം. നമ്മളെവിടെ ചെല്ലുന്നു എന്നുള്ളത്. അപ്പോൾ 1-ാം പുനരുത്ഥാനത്തിൽ നമുക്കറിയാം. അപ്പം ഇങ്ങനെ വിശുദ്ധന്മാർ തങ്ങളുടെ ആത്മീയ നിലവാരത്തിനൊത്തവണ്ണം വിവിധ നിരകളായി ഉയർക്കപ്പെടുകയാണ്. എങ്ങനെ തങ്ങളുടെ ആത്മീയ നിലവാരത്തിനൊത്തവണ്ണം. നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെയാണ് ദൈവമക്കളെ? സ്തോത്രം. ഇതിനെയാണ് 1-ാം പുനരുത്ഥാനം എന്ന് പറയുന്നത്. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അല്ലേ? വെളിപ്പാട് 20:6 വായിച്ച സൗകര്യം. വെളിപ്പാട് 20:6. സ്തോത്രം. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇനിയും വെളിപ്പാട് 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് 1-ാം അധ്യായം 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അതിന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ആമേൻ. കഴിഞ്ഞ ചില നാളുകൾക്ക് തുടക്കത്തിൽ 2012 മുതൽ ചില നാളുകളായി 7 വർഷം വെളിപ്പാട് പുസ്തകം എടുത്തുകൊണ്ടിരുന്നു. ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു 7 വർഷക്കാലം. പിന്നെ ഞാൻ വെളിപ്പാടിലോട്ട് വലുതായിട്ട് അങ്ങനെ പോയിട്ടില്ല. എന്നാൽ ഇപ്പം ഇന്നലെ വചനം ധ്യാനിച്ചപ്പോൾ വെളിപ്പാടിലോട്ട് ഇടയ്ക്കൊന്ന് പോകണമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് 1-ന്റെ 1 വായിച്ചത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിപ്പോൾ ക്രിസ്തുവിൻ്റെ നമ്മൾ ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ,
നമ്മൾ വീണ്ടെടുപ്പിനായുള്ള ആത്മാവിൻ്റെ ഞരക്കം, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ദ സോൾസ് ഗ്രോണിങ് ഫോർ റിഡംഷൻ, ദാറ്റ്സ് എ ടോപ്പിക്. നമ്മൾ ഈ പിന്നെ ബൈബിള് പ്രവചനങ്ങളെ 4ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന്, യഹൂദിനെ സംബന്ധിച്ചുള്ള പ്രവചനമുണ്ട്. ജാതികളെക്കുറിച്ചുള്ള പ്രവചനം, നമ്മൾ ജാതികളാണല്ലോ, ഓക്കെ. പിന്നെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചുള്ള പ്രവചനമുണ്ട്. പിന്നീട് പ്രാപഞ്ചിക സംഭവങ്ങളെക്കുറിച്ച്, ഭൂകമ്പം, ക്ഷാമം, യുദ്ധം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ കാണുന്നുണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിൽ. ലൂക്കോസ് 24:27 എന്ന് വായിച്ചേ. ലൂക്കോസ് 24:27. ലൂക്കോസ് 24:27. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ഇത് വായിച്ചു വിട്ടാ പോരാ കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്. മറ്റ് ദൈവദാസന്മാരെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനങ്ങ് പറയാണ്. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ വായിച്ചു വിട്ടാൽ പോരാ. ഇന്ന് സമീപകാലങ്ങളിൽ പഴയ നിയമം വേണ്ട എന്ന് പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളെടുത്ത് പറയണത്. ഇപ്പം മോളി സഹോദരിയാണ് ഇപ്പം ഇത് ലീഡ് ചെയ്യുന്നത്. മോളി സഹോദരി വചനം പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ സാക്ഷ്യം പറയുകയാണെങ്കിലോ വാട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് എവർ ഈസ് യു ആർ ഡൂയിങ്, ഈ വചനത്തെ ഇന്നത്തെ പോക്കുമായിട്ട് അതിനെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ചികിത്സിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞത് ചികിത്സിക്കണം. എന്തോ ഇവിടെ എന്താ കർത്താവ് പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ച സഹോദരി. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു. പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവരോടുള്ള മറുപടിയാണ് ഇവിടെ എന്താ കർത്താവ് പറഞ്ഞത്? മോശ തുടങ്ങി തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പ്രസംഗിക്കുന്നവരോട് ചോദിക്കാനുള്ളത്, അവർ പ്രസംഗിക്കുന്നത് റോങ് തിയോളജി അല്ലേ, ദുരുപദേശമല്ലേ? അതിനാണ് ഞാൻ പറഞ്ഞത്, ഇതേ ചികിത്സിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. വായിച്ചു വിട്ടാൽ പോരാ. ഇന്ന് നടമാടുന്നതായ വചനവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ എന്ത് കണ്ടാലും യു ഷുഡ് സേ ദാറ്റ്. അതാണ് പൗലോസ് പഠിപ്പിച്ചത്, വീണ്ടും ഓർപ്പിക്കുന്നത്. ശാസന, ഗുണീകരണം, തർജ്ജനം. ഈ കാര്യങ്ങൾ ആരും ഇപ്പോൾ പറയുന്നില്ല. വായിച്ചു വിട്ടാൽ പോരാ. നോ, വി ഷുഡ് പ്രാക്ടീസ് ദാറ്റ്. അപ്പം പഴയ നിയമം വേണ്ട എന്ന് പറയുന്നത് എങ്ങനെ? കർത്താവ് കൂടെ പറഞ്ഞ് മോശ മുഖാന്തരം മോശയിൽ ശേഷം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ചിട്ടില്ലയോ എന്ന് പറയുമ്പം പഴയ നിയമം വേണ്ടെന്നാണോ? അതാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു ചുമ്മാ വായിച്ചു വിട്ടാൽ പോരാ. ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അത് എത്ര പറഞ്ഞ ചിലർ മനസ്സിലാവുന്നുമില്ല, അതാ വേറൊരു കാര്യം. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ന് ഈ പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം. യു ഓൾ നോ ദാറ്റ്. ഓക്കെ, നമ്മൾ പഴയ നിയമത്തിൽ അതായത് ഒരു ചോദ്യം ചോദിക്കുവാണ്. ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ എത്രാമത്തെ പുസ്തകമാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ബൈബിളൊക്കെ എപ്പോഴും വായിക്കുന്നവരാണല്ലോ. എത്രാമത്തെ പുസ്തകം മോളി സോറി? അല്ല, ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടോ? ദാനിയേലിന്റെ പുസ്തകം 27ാമത്തെ പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം പഴയ നിയമത്തിൽ. ഓക്കെ, ഒരു കാര്യം പറയാൻ വേണ്ടി നമ്പർ ഞാൻ ചോദിച്ചത് പറയാം. അതായത് ആദ്യം ഹൂർ ഇറ്റ് ഈസ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ മാർക്കിടാനൊന്നുമില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഹൃദയം തുറക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത് 27ാമത്തെ പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. ഇതുപോലെ പുതിയ നിയമത്തിൽ 27ാമത്തെ പുസ്തകം ആണ് ഏത്? പറ. വെളിപ്പാട് പുസ്തകം. റൈറ്റ്. അപ്പം കണ്ടോ അതിന്റെ വൃത്തം കണ്ടോ? ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും സോ കണക്റ്റഡ് ആണ്. കണ്ടോ, നമ്മൾ നമ്പേഴ്സ്, അതായത് അന്നമ്മ ദാനിയേൽ സഹോദരി വ്യാഴാഴ്ച നമ്മൾ ദാനിയേൽ പുസ്തകം മുമ്പ് നമ്പേഴ്സ് പഠിച്ചുകൊണ്ടിരുന്നത് ചില നാളുകളായിട്ട്. നമ്പേഴ്സ് ഫ്രം ജെനസിസ് ടു റെവലേഷൻ 144,000 നമ്പർ വരെയും പഠിച്ചായിരുന്നു. ഇതിനൊക്കെ അർത്ഥം കൊടുത്ത് നമ്മൾ പഠിച്ചത്. ഇതുപോലെ 27ാമത്തെ പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകവും
വെളിപ്പാട് പുസ്തകവും. അപ്പം അപ്പം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലും നെബൂഖദ്നേസറും ദർശനവും സ്വപ്നവും കാണുമ്പം വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ മാത്രം ദർശനങ്ങൾ കാണുന്നു. നമ്മൾ കാണുകയാണ്. അപ്പം ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ് എന്നീ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സാമ്രാജ്യങ്ങളെക്കുറിച്ച് 70 ആഴ്ചവട്ടത്തെക്കുറിച്ചും ദാനിയേൽ പ്രവചിച്ചത് നമ്മൾ ആ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുമാണ് യോഹന്നാൻ പ്രവചിച്ചത്. മനസ്സിലാക്കണം ഇതിൻ്റെ താരതമ്യം പറയുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പ്രവചിച്ചത് ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ്. അപ്പം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ അന്ത്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. അതെ. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ഈ വെളിപ്പാട് 1:1 ഒന്നുകൂടെ ഒന്ന് വായിച്ച സാർ. വെളിപ്പാട് 1:1 വെളിപ്പാട് 1:1 യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. സ്തോത്രം. അപ്പൊ ഇതിന്റെ ഉടമസ്ഥാവകാശം ഈ പ്രവചന പുസ്തകത്തിന്റെ സമാരംഭത്തിൽ തന്നെ തിളങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇത് വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും അല്ലേ, പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് അല്ലേ, എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതെ. അപ്പം സമാരംഭത്തിൽ തന്നെ മറപോരുകളായിട്ടല്ല, ക്രിസ്തുവിനെ മറനീക്കി കാണിക്കാണ് ഇവിടെ ആണ്. അൽഫയും ഒമേഗയുമായവൻ്റെ, ആദിയും അന്തവുമായവൻ്റെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ്റെ വെളിപ്പാട്. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പം തുടക്കത്തിൽ തന്നെ ഉദയസൂര്യനെ പോലെ പൊൻപ്രഭയെ ചൊരിഞ്ഞു നിൽക്കുന്ന യേശു ക്രിസ്തു ആ അതുല്യ പ്രഭാവ നാമത്തിന് അത് ബന്ധപ്പെട്ടിരിക്കുവാൻ, അത് സ്തോത്രം, അത് പലർക്കും ഒരെത്തും പിടിയും കിട്ടാത്ത രീതിയിൽ എന്ന് വെച്ചാൽ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇത് അനേകരും ഈ പുസ്തകത്തെ വിസ്മരിച്ച് ഇത് പ്രയാസമുള്ളതാണെന്ന് സാത്താൻ ഇവരുടെ ഹൃദയത്തിലോട്ടം കൊടുക്കും. ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. അങ്ങനെയും സാത്താൻ ഈ പരിപാടി ഇറക്കുന്നുണ്ട്. മനസ്സിലായേ? ഇപ്പം തന്നെ ഉദാഹരണത്തിന് കത്തോലിക്കരോ ഇപ്പം ഞാൻ മാർത്തോമാക്കാരായിരുന്നു. മാർത്തോമാക്കാർ കൂടുതലും വെളിപ്പാട് പുസ്തകം വലുതായിട്ടൊന്നും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, അവരുടെ പറയുന്നുള്ളതല്ലാതെ ഉണ്ടല്ലോ കാര്യമായ രീതിയിൽ അവർ പ്രസംഗിക്കാറില്ല. കഴിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായത് ഈ വെളിപ്പാട് പുസ്തകം. അപ്പം ഇത് ഞാൻ പറഞ്ഞു, മറ്റു ക്രിസ്ത്യാനികൾ യാക്കോബക്കാരും കത്തോലിക്കരും പഠിച്ചിട്ടുമില്ല. അവർ സാത്താൻ്റെ അടവായത്. കാര്യം സാത്താനിനകത്തോടെ ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് അത് ആരും വായിക്കത്തുമില്ല. എന്നാൽ ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് എന്തുവാ? ഇത് വായിക്കുന്നവരും കേൾക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന്. അങ്ങനെ എഴുതുമ്പം സാത്താൻ പഠിപ്പിക്കുന്ന എന്താ? വായിച്ചാൽ മനസ്സിലാകത്തില്ല, നീ വായിക്കണ്ട. അപ്പം അന്ന് അതേസമയം ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ ഭാവി അറിയാനായിട്ട് പ്രവാചകന്മാരെടുത്തും നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നവരാണല്ലോ. റോഡിലിരിക്കുന്ന തത്തമ്മയും കൊണ്ടിരിക്കുന്ന ജ്യോത്സ്യന്മാരുടെ മുമ്പിലും പോയി ഭാവി അറിയാൻ താല്പര്യമുള്ളവരും ക്രിസ്ത്യാനികൾ ആണ്. എന്നാൽ ഭാവി അറിയാൻ ജിജ്ഞാസപ്പെടുന്ന ജനങ്ങൾ ആണെങ്കിൽ ആത്യന്തികമാവണ്ണം അതിൻ്റെ സംശയ നിവാരണത്തിന് വെളിപ്പാട് പുസ്തകം അത് എത്ര സത്യമാണെന്നുള്ളത്, എത്ര ക്ലിയർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ വിശുദ്ധനും സത്യവാനുമായവൻ്റെ തിരുമുഖ ദർശിക്കുവാൻ, അവനെ താൻ ആയിരിക്കുന്നത് പോലെ കാണുവാനുള്ള വെളിപ്പാടോടുകൂടി ആണ് ഈ പുസ്തകം തുറക്കുന്നത്. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഇത് നമ്മൾ ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഈ പുസ്തകം എഴുതിയത് ഞാൻ ബൈ ദ വേ എൻ്റെ മുമ്പ് 3-4 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ഈ പുസ്തകം എഴുതിയത് എവിടെ എന്ന് ഓർമ്മയുണ്ടോ?
എവിടാ? പത്മോസ്. ഏ യോഹന്നാൻ പത്മോസിലായിരുന്നു. അന്നേരമായി റവലേഷൻ കിട്ടി. ഇത് 1:9 ഒന്ന് വായിച്ച സോറി, 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അപ്പോഴും നമ്മൾ പത്മോസിൽ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾക്ക് എടുത്താൽ മതി, ഞാനൊരു കാര്യം പറയാണ്. അപ്പം യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അപ്പം ഈ പുസ്തകം എഴുതിയിരിക്കുന്ന എഫേസോസിൽ വെച്ച് എഴുതിയതായിട്ടാണ്. താൻ ആയിരുന്നു അവിടെ ആയിരുന്നു. അവിടുന്ന് പിന്നെ ചക്രവർത്തി തന്നെ പിന്നീട് തന്നെ റിലീസ് ചെയ്യുന്നു. എഫേസോസിൽ എത്തിയതിന് ശേഷം അവിടെ വെച്ച് എഴുതിയെന്നുള്ളതാണ് ഇത് തെളിവ്. അപ്പം ഈ അപ്പോഴത്തേക്കും സഭ സ്ഥാപിക്കപ്പെട്ടിട്ട് 66 വർഷം കഴിഞ്ഞു. അപ്പം സ്തോത്രം, ലേഖനങ്ങളിൽ വ്യക്തികളുടെ മാനസാന്തരത്തിനും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. 2 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ്. ഈ നമ്മൾ റോമാലേഖനം, കൊരിന്ത്യ ലേഖനമൊക്കെ ഇതെല്ലാം വായിക്കുന്നുണ്ട്. ലേഖനങ്ങൾ അതായത് വ്യക്തികളുടെ മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും പ്രാധാന്യം നൽകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ലേഖനങ്ങൾ നമുക്ക് വേണ്ടിയുള്ള നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങൾ ആണ് ഊന്നി പറയുന്നത്. വെളിപ്പാട് പുസ്തകം എന്താണെന്നറിയോ? വേഗം പറ. വെളിപ്പാട് പുസ്തകം എന്തോ ഇതിനോട് ചേർത്ത് പറ. വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് സഭകൾക്ക് വേണ്ടിയാ. മറന്നുപോയോ? 7 സഭകളെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? ലേഖനങ്ങൾ നമ്മൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി എഴുതി. അതുകൊണ്ട് സഭയ്ക്കും അല്ലെന്നല്ല അർത്ഥത്തിലെടുക്കരുത്. അതായത് ലേഖനങ്ങൾ വ്യക്തികളുടെ മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും പ്രാധാന്യം നൽകുമ്പം വെളിപ്പാട് പുസ്തകം സഭകൾ മാനസാന്തരപ്പെടാൻ കർത്താവ് കൽപ്പിക്കുന്നത്. 7 സഭകളെ കുറിച്ചുണ്ട്. ഇന്ന് നമ്മുടെ സഭകൾ മാനസാന്തരപ്പെടാൻ ഇത് പ്രസംഗിക്കുന്നുണ്ടോ? ഇന്ന് സഭകൾ മാനസാന്തരപ്പെടണം. അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സഭകൾ മാനസാന്തരപ്പെടണം. ദാറ്റ്സ് എ പർപ്പസ്. ഓക്കെ, നമ്മൾ വെളിപ്പാട് 1:1 വായിച്ചു. വെളിപ്പാട് 1:4 വായിച്ച സാർ എല്ലാം കൂടെ വായിക്കാൻ സമയമില്ല. വെളിപ്പാട് 1:4 യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. 7 സഭകൾക്ക് എഴുതുവാണ്. 7 സഭകൾ മാനസാന്തരപ്പെടണം. സഭയോട് പറയുന്നില്ലേ? എഫേസോ സഭയോട് പറയുന്നുണ്ട്, ഇതിന്റെ ആദ്യ സ്നേഹം വിട്ടുകളന്നൊരു കുറ്റം പറയാനുണ്ട്. യു നോ ഓൾ ദീസ് തിങ്സ്. ലവോദിക്ക സഭ, സ്മിർന സഭ, ഇങ്ങനെ സഭകളെ കുറിച്ചുണ്ട് അല്ലേ? ഇനി ഒരു വാക്കോട് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. വെളിപ്പാട് 22:8 വായിച്ച്. വെളിപ്പാട് 22:8. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന് ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ സ്തോത്രം. അതെ, ഞാൻ അവസാനിപ്പിക്കും, സമയമായല്ലോ. നമ്മുടെ ടോപ്പിക്ക് വീണ്ടെടുപ്പിനായുള്ള ആത്മാവിൻ്റെ ഞരക്കം. അതെ, ഇന്ന് സഭകൾക്ക് വേണ്ടിയാണ്, വ്യക്തികൾക്ക് വേണ്ടി ലേഖനങ്ങൾ ഉത്ബോധിപ്പിക്കുമ്പോൾ സഭകൾ മാനസാന്തരപ്പെടുവാൻ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ പെന്തക്കോസ്ത് സഭ മുതൽ എല്ലാവരും മാനസാന്തരപ്പെടാൻ, വീണ്ടും ജന്മം പ്രാപിപ്പാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ പ്രവചനത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. നമുക്ക് ആത്മാവിൻ്റെ ഞരക്കത്തിന് വേണ്ടി നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മോളി സഹോദരി. ഗോഡ് ബ്ലെസ് യു ഓൾ.